ഖരാജ്, ഖുമസ്, ജസിയ, സക്കാത്ത്. മധ്യകാല ഇന്ത്യ അടക്കി ഭരിച്ച ചില നികുതികളുടെ പേരാണ് കേട്ടോ. ഖരാജ് എന്നത് ഭൂമിയുടെ ഉൽപാദനത്തിൽ നിന്നും പിരിച്ചെടുത്ത നികുതി ആയിരുന്നുവെങ്കിൽ ഖുമസ് എന്നത് യുദ്ധത്തിൽ കൊള്ളയടിച്ച തുകകളിൽ നിന്നും കൊടുക്കേണ്ട നികുതിയായിരുന്നു. ജസിയ എന്നത് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരിൽ നിന്നും പിരിച്ചപ്പോൾ സക്കാത്ത് മുസ്ലിങ്ങൾ നിർബന്ധമായും കൊടുക്കണമെന്ന നികുതിയും. മധ്യകാല ഇന്ത്യയുടെ സാമൂഹിക നികുതി സമ്പ്രദായങ്ങളൊക്കെ തന്നെ എപ്പോഴും മതപരവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായി വളരെയധികം ബന്ധപ്പെട്ടതായി നമുക്ക് കാണാം. എന്നാൽ യൂറോപ്യന്മാരുടെ കടന്നുവരവ് ഇന്ത്യയുടെ നികുതി സമ്പ്രദായത്തെ വമ്പിച്ച രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. 1757 പ്ലാസി യുദ്ധത്തിലും 1764 ബക്സർ കലാപത്തിലൂടെയും ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും സമ്പന്ന കേന്ദ്രമായ ബംഗാൾ ബ്രിട്ടൻ പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക കാര്യങ്ങളിലും പലവിധമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. 1793 18ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും അവസാന കാലയളവിൽ അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭു ഇന്ത്യയിലേക്ക് ഒരു പുതിയ നികുതി സമ്പ്രദായം അവതരിപ്പിച്ചു, ശാശ്വത ഭൂനികുതി. 1765 അലഹബാദ് ഉടമ്പടി ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലകളിൽ ബ്രിട്ടീഷുകാർക്ക് നികുതി അധികാരം ലഭിച്ചു. ആ മേഖലകളിൽ 1793 അവതരിപ്പിച്ച നികുതി സമ്പ്രദായമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷുകാരന് വേണ്ടി നികുതി ജമീന്ദാർ പിരിച്ചു നൽകും. പക്ഷെ നികുതി എപ്പോഴും പണമായി തന്നെ കൊടുക്കണമെന്ന വ്യവസ്ഥ ചെയ്തു. എന്നാൽ ഈ ഒരു നികുതി സമ്പ്രദായത്തിൽ നിന്നും പിന്നെയും വ്യത്യസ്തമാക്കിക്കൊണ്ട് 1820 മറ്റൊരു നികുതി സമ്പ്രദായം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവതരിപ്പിക്കുന്നുണ്ട്. അതായിരുന്നു റയട്ട് വാരി സമ്പ്രദായം. പ്രധാനമായും ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ മേഖല കേന്ദ്രീകരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു നികുതി സമ്പ്രദായം. അലക്സാണ്ടർ റീഡ്, തോമസ് റോ എന്നിവർ ചേർന്നിട്ടായിരുന്നു 1820 ഇത്തരം ഒരു നികുതി അവതരിപ്പിക്കുന്നത്. അന്നത്തെ ദക്ഷിണേന്ത്യയിലെ ഭൂമിയുടെ ഉടമസ്ഥരായ കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാരൻ നേരിട്ട് തന്നെ പിരിക്കുന്ന നികുതി. എന്നാൽ നികുതിക്ക് ഒരു ഫിക്സഡ് റേറ്റും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1822 വരുമ്പോൾ മറ്റൊരു നികുതി കൂടി ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കുന്നു, മഹൽവാരി നികുതി. മഹൽവാരി എന്ന് പറയുമ്പോൾ മഹൽ എന്നാൽ ഗ്രാമം അല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്നായിരുന്നു ആ വാക്കിന് തന്നെ അർത്ഥം. അതായത് ഒരു മഹലിന് അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റിന് ഒരു ഗ്രാമത്തലവനെ നിയോഗിച്ചുകൊണ്ട് ഈ ഗ്രാമത്തലവൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും നികുതി പിരിച്ചിരുന്നു. അപ്പോൾ ഇത്തരം നികുതികൾ ബ്രിട്ടീഷുകാരന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി നോക്കിയിരുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. ശാശ്വത ഭൂനികുതിയിൽ നിന്നും റയട്ട് വാരിയിലേക്കും റയട്ട് വാരിയിൽ നിന്നും മഹൽ വാരിയിലേക്കും വരുമ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതി നിരക്കിൽ വർധനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതൊരു രാജ്യത്തിനും വരുമാനത്തിന് നികുതി പിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. പ്രാചീന ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ BC 300കളിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പോലും നികുതി വ്യവസ്ഥയെപ്പറ്റി പരാമർശിച്ചിരുന്നു. എന്നാൽ 1974 കാലഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആർതർ ലാഫർ കർവ് എന്നൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നതിലൂടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു നികുതി വ്യവസ്ഥ എന്ന ചിന്താഗതിക്ക് മാറ്റം വരികയാണ്. ലാഫർ കർവ് പറയുന്നതനുസരിച്ചിട്ട് 0%-ലും 100%-ലും കിട്ടുന്ന നികുതി വരുമാനം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗവൺമെന്റ് നികുതി പിരിക്കാതിരിക്കുന്നതിന് തുല്യമാണ് ആ ഒരു നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ച് 100% എന്ന നികുതി നിരക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും ഗവൺമെന്റിന് ലഭ്യമാകുന്ന വരുമാനം 0 മാറും. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തമായ ഒരു ഒപ്റ്റിമൽ വാല്യൂവിൽ നികുതി പിരിച്ചാൽ മാത്രമാണ് ഗവൺമെന്റിന് പരമാവധി വരുമാനം ലഭ്യമാവുക. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1990 കാലഘട്ടങ്ങളിൽ രാജാ ചെല്ലയ്യ കമ്മിറ്റി ഇന്ത്യയുടെ നികുതി പരിഷ്കരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നു. 91 കാലഘട്ടങ്ങളിൽ ഇന്ത്യ നിൽക്കുന്നത് ഒരുപാട് നികുതി നിരക്കുകൾ ഇന്ത്യയിൽ കൂടുതലാണെന്നും അത് കാരണമുള്ള വരുമാനം കുറയുന്നു എന്നുമുള്ള ചിന്താഗതിയിലേക്ക് ഇന്ത്യ പതിയെ വഴിമാറുകയാണ്. തുടർന്ന് ഇന്ത്യയിൽ ഒരു വാറ്റ് സിസ്റ്റം, നമ്മൾ മോഡ് വാറ്റ് എന്ന് പറയുന്ന പോലെ ഒരു മൂല്യവർദ്ധ നികുതി എന്നൊരാശയം ഇന്ത്യയിൽ കടന്നു വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന നികുതികൾ ഉണ്ടാക്കി വെക്കുന്ന കാസ്കേഡിംഗ് എഫക്റ്റ് കാരണമുണ്ടാകുന്ന പല ആഡ് ഓൺ ടാക്സുകളും അല്ലെങ്കിൽ ഒരു സാധനം തന്നെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ആഡ് ചെയ്ത് വരുന്ന നികുതി സമ്പ്രദായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നികുതി നിരക്കുകൾ കൊണ്ടുവരുന്നുവെന്നും അതിലൂടെ വരുമാനം കുറയുന്നു എന്ന ചിന്താഗതിയിലേക്കും നമ്മൾ എത്തി നിൽക്കുകയാണ്. തുടർന്ന് ഇന്ത്യയിൽ ഒരു മോഡ് വാറ്റ് എന്നൊരു സിസ്റ്റം നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നു. തുടർന്ന് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് കാണുന്നത് വിജയ് കേൽക്കർ കമ്മിറ്റിയുടെ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഇന്ത്യയിൽ 2017 ജൂലൈ 1 GST നടപ്പിലാക്കുമ്പോഴും നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ GSTയുടെ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളൊരു 2 ടയർ സ്ട്രക്ചർ എന്ന രീതിയിലേക്ക് മാറി. ശരിക്കും 5%, 12%, 18%, 28% എന്ന നികുതി നിരക്കിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ 5%, 18% എന്നൊരു 2 ടയർ സ്ട്രക്ചറിലേക്ക് മാറി.
അതുപോലെ തന്നെ വരുമാന നികുതിയിലും നമ്മൾ കുറവ് കൊണ്ടുവരികയാണ്. 12 ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി നൽകേണ്ട എന്ന് പറഞ്ഞതിലൂടെ നികുതി നിരക്കുകൾ കുറച്ചു കൊണ്ടുവരുന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത്. അപ്പോൾ 1991 LPG റിഫോംസിന് ശേഷം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും നികുതി നിരക്കുകളിൽ പല കുറവും വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. 2025 ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ തിരുക്കുറലിലെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് നികുതി നിരക്കുകൾ കുറയ്ക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞത്. മഴ പ്രതീക്ഷിച്ച് ജീവജാലങ്ങൾ ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഇൻകം കൂടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നികുതി നിരക്കുകളിൽ കുറവുണ്ടാകണം. അത് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ ഭാവിയിൽ വർധനവുണ്ടാക്കുകയായിരിക്കും ചെയ്യുക എന്ന കോൺസെപ്റ്റ് തന്നെയാണ് അവിടെയും മുന്നോട്ട് വെച്ചത്. ഇനി വരാൻ പോകുന്ന 2026 ബഡ്ജറ്റിലും നികുതി നിരക്കുകളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും എന്നുള്ളത് നമുക്ക് ബഡ്ജറ്റിലൂടെ കാണാം.